സ്റ്റേഷൻ. ട്രെയിൻ കയറാൻ പോവുകയാണ്. അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി വണ്ടി നീങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ ഓറിയൻ്റ് എത്തിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. പാടം നാട്ടിലത്തെ ഒരു ആംബിയൻസ്. പാടം നെല്ല് ഇരിക്കില്ല, നല്ല ഗോതമ്പോ കനോളോ വല്ല ഇരിക്കും. എത്തി മെട്രോയിലേക്ക് പോവുകയാണ്. കൊടികൈലാസിലെത്തി. അന്ന് വന്നപ്പോൾ നല്ല ദൂരമുള്ള പോലെ തോന്നുന്നു, പെട്ടെന്ന് എത്തി. എന്താ അറിയില്ല, മറ്റേ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി തപ്പിയിറങ്ങി നടക്കാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എത്തി. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ പൂ കണ്ട വെറൈറ്റി കളറായിട്ട്. അമ്മ കണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു കമ്പ് പിടിച്ചിട്ട് വാന്ന് പറയും. കൊള്ളാല്ലേ, നിറച്ചുണ്ട് ഇവിടെ. മറ്റേ വിസ ചേഞ്ച് ചെയ്യണ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ ഒപ്പിടാണ്ട്. അപ്പോൾ അത് ഒപ്പിട്ടൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോവാം. ആ ഗുഹയിലൂടെ വീണ്ടും നടക്കുകയാണ് സുഹൃത്തുക്കളെ. തിരക്ക് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണെന്നുള്ളതാണ് വേറൊരു കാര്യം. നിറയെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും കാണില്ല. എല്ലാവരും പണിക്ക് പോയിട്ടുണ്ടാവും, അതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി നേരെ പോയി കഴിഞ്ഞാൽ ഓഫീസെത്തും. കുറച്ച് ദൂരം നടന്നിട്ടുള്ളൂ, ഫുള്ള് കയറ്റാതെ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന പണി കഴിഞ്ഞു. ഒന്നില്ല, ഒരു സൈൻ ചെയ്യാണ്ടായിരുന്നു. പിന്നെ എനിക്ക് അഡ്രസ് പ്രൂഫ് കിട്ടിയ പേപ്പർ അവർക്ക് കൊടുക്കണമായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. അപ്പോൾ അത് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഇതിപ്പോൾ ഇത്ര നേരത്തെ ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പൈസ ചുരുക്കി ചിലവാക്കണം. സെഫ് ലോക്ക് ചെയ്യാന്നൊരു പരിപാടി ഉണ്ട്. അതായത് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് സെഫ് ലോക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ പേപ്പറാണ് നമ്മൾ ഇവിടെ ലീഗലായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ ഞാൻ എൻ്റെ വിസ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. നമുക്ക് അത് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ വിസ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അതായത് സ്റ്റുഡൻറ്റ് വിസയിലോട്ട് മാറി. എന്നിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് മാനിഫെസ്റ്റോ പോലത്തെ ഒരു സംഭവം, അതൊരു ഡിക്ലറേഷൻ കിട്ടി. അപ്പോൾ നമുക്കിനി ആരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധനം കാണിച്ചു കൊടുക്കാൻ തരിയിട്ട് സീനില്ല. സെഫ് ലോക്ക് ചെയ്യാന്നുള്ള പരിപാടി ഇപ്പം നിർത്തി. ആർട്ടിക്കിൾ 88 ആയിരുന്നു. അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അങ്ങനെ നമുക്ക് 102 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചേട്ടനെയും പിന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്ന രണ്ടുപേരെയും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അങ്ങനെ നമുക്ക് 102 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം ഇനി നേരെ വീട്ടിൽ പോവാം. പോയത് പണ്ടരകയറ്റായിരുന്നു. പണ്ടരകയറ്റം എന്ന് പറഞ്ഞാൽ പണ്ടരകയറ്റം, അതുകൊണ്ട് കേതച്ച് പണ്ടരങ്ങി പോയി. ഇപ്പം ഇറക്കാണ്. ആ ഗുഹയിലോട്ട് കയറാൻ പോവുക. ആ ഗുഹയിലോട്ട് നടന്ന് കയറാൻ പോവുകയാണ്. പ്രകൃതി രമണിച്ചേച്ചി വാരി വിതറിയ സ്ഥലം. നമ്മുടെ നാട്ടിൽ ഇതിനെ പന്തക്കാട് എന്ന് പറയും. വാവും. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോട്ടെ. പോണ വഴിക്ക് ചില്ലി ഫ്ലേക്സ് വാങ്ങാനുണ്ട്. ചില്ലി ഫ്ലേക്സും 2 സിമ്മും വാങ്ങാനുണ്ട് അരുണേട്ടൻ. അപ്പോൾ ഓക്കെ, ഓറിയൻറ്റിലെത്തി. ദൂരെ കാണണ്ട വോഡഫോൺ. ഇവിടെ എപ്പോഴും വോഡഫോണൊക്കെ ഉണ്ട്. നേരെ കാണുന്നത് വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളാണ്. അവിടെ പോയിട്ട് ഫ്രീ സിമ്മ് കിട്ടും. സിമ്മ് 2 വാങ്ങാം. ആളുടെ പുറത്തേക്ക് ഇറങ്ങി ഒരു അതിഗംഭീരമായൊരു സാധനം കാണുന്നുണ്ട്. എന്താണാവോ ഇത്? നല്ല അതെന്താ സ്റ്റേഡിയമോ? അതെന്തോ സ്റ്റേഡിയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ മലമ്പുഴേനെ സൂചിപ്പിക്കുന്ന പോലെ അവിടെ റോപ്പ് വേ പോലത്തെ ഒരു സാധനം പോകുന്നുണ്ട്. കൊള്ളാം. ഇത് ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ. അവിടെ എന്തൊരു വെള്ളക്കെട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്, പോയി നോക്കാം. വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇത് കൊള്ളാട്ടോ. നൈസ്. ഇറങ്ങണ്ട. ഷിറ്റിലേക്ക് വാട്ടറാണ്. മീനും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം നോക്കിയത് അതാണ്, മീനുണ്ടോന്ന്. ഇതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. കൊള്ളാം. എല്ലാ രാജ്യത്തിൻ്റെയും കൊടികൾ കാണാനുണ്ട്. എവിടെ?
ഇന്ത്യയുടെ കൊടി ഉണ്ടോ അവിടെ? ഇന്ത്യയുടെ കൊടി ഉണ്ടാവുമായിരിക്കും, അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ യൂറോപ്പിൻ ഇത് ജർമ്മനിയുടെ ഒക്കെ ഉണ്ടല്ലോ, അതാ ഇന്ത്യയുടെ കൊടി. അല്ല, അത് അയർലൻഡിൻ്റെ കൊടിയാണല്ലോ. കുറേ കൊടികളൊക്കെ ഉണ്ട്. അവിടെ വേറൊരു പൂച്ചനെ പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. സിമ്മ് വാങ്ങാൻ വേണ്ടി വന്ന നമ്മൾ മാളിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ വാസ്കോ ഡ ഗാമ മാൾ എവിടെ ഫുള്ളായിട്ട് വരുമോ? വാസ്കോ ഡ ഗാമ. ഓക്കെ, തമ്മണയിലുള്ള വകുപ്പായി. ഓക്കെ, നേരത്തെ കണ്ട ആ സിംഹം അല്ല പൂച്ച. ഷോപ്പിംഗ് കാർട്ടില്ലേ, ഷോപ്പിംഗ് കാർട്ട്സ് വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പോലെ തോന്നി. ഷോപ്പിംഗ് കാർട്ട്സാണ് കംപ്ലീറ്റ്. എൻ്റെ വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ വേറൊരു രൂപമുണ്ട്. പിന്നെ അവിടെ കടലാന്ന് തോന്നുന്നു, കടലല്ല, എന്തൊരു സാധനം. വേറെ മനുഷ്യന്മാരെ പോലെ തോന്നി. കൊള്ളാം. നമ്മുടെ നാട്ടിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ. ഡാമാണോ? അല്ല, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷെ മനുഷ്യന്മാരൊന്നും കാണാം, വലുതായിട്ട് മനുഷ്യന്മാരൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ മറൈൻ ഡ്രൈവ് പോലെ അവിടെ എല്ലാം ബെഞ്ചിലും 2 തലകൾ മാത്രം കാണാം. കപ്പിൾ സ്പോട്ടാണെന്ന് തോന്നുന്നു. നൈസ്, ദിസ് ഈസ് ഗുഡ്. ഇപ്പോൾ അരനാട്ടിന് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ സിമ്മില്ലാണ്ട് എങ്ങാനും വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നീ ഇത് എന്ത് നടക്കായിരുന്നില്ലടാ എന്ന് ചോദിച്ചിട്ട് പറയും. നൈസ്. നട്ടപ്പുറ വെയിലാണ്, നട്ടപ്പുറ വെയിലാണ്. നമുക്ക് പിന്നെ വിറ്റമിൻ ഡി ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട് ചെറുതായിട്ട് കണ്ണൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിരിക്കും, എന്നാലും വിറ്റമിൻ ഡി കൂടിയതിൻ്റെ കുഴപ്പമാണ്. അതെ, അപ്പോൾ അപ്പുറത്ത് കടലുണ്ട്, അവിടെ പോയിട്ട് നോക്കിയിട്ട് കഴിക്കാത്ത കാരണം സൂര്യേട്ടൻ്റെ അതിപ്രസരം ഭയങ്കരമായിട്ട് ഏൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അവിടെ ഭയങ്കര വലിയൊരു പാലൊക്കെ കാണുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു കേട്ടാ. മറ്റേ റോപ്പ് കൊള്ളാം, സ്പോട്ടാണ്, നല്ല കിടല സ്പോട്ട്. അതാണ് പാലം കാണിക്കുന്നത് പോലെയുള്ളത്. പാലാണ്. ഈ ബിൽഡിങ് കാരണം അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങ് എവിടെ അപാടെ വീണ്ടും എൻ്റെ മീൻ അപാടെ മുതൽ ഇപാടെ വരെ പാലം. കാറൊക്കെ എടുത്തിട്ട് അതിൻ്റെ മണ്ട കൂടെ എപ്പോഴെങ്കിലും പോകാൻ പറ്റും. അയ്യോ, വേറെ രാജ്യത്തേക്ക് പോകണ വഴിയിരിക്കില്ലേ, അറിയില്ല, നോക്കാം. ബോട്ടൊക്കെ പോകുന്നുണ്ട്. കൊച്ചിൻ മറൈൻ ഡ്രൈവ് പോലത്തെ ഒരു സ്ഥലം, പക്ഷേ കുറച്ചും കൂടെ വൃത്തിയുണ്ട്. കൊള്ളാം, നൈസ്. വെയിലത്ത് നിന്ന് മാറിക്കട്ടെ. വിറ്റമിൻ ഡിൻ്റെ അതിപ്രസരം ഇനിയൊക്കെ ഏൽക്കണ്ട, കുഴഞ്ഞു വീഴും. കൊള്ളാം. ഇനി ഇത്രയും ദൂരം അങ്ങോട്ടേക്ക് തിരിച്ചെടുക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കാര്യം, ഇവിടെ ഒരു ആരോ എടുക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ട്, ആമിക്കുട്ടീനെ പോലെ. അപ്പുറത്ത് പോയിട്ട് മരത്തിൻ്റെ തണലത്ത് കൂടെ നടക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ വെയിലിൻ്റെ അതിപ്രസരം ഇവിടെ ഇപ്പോൾ അധികം നേരം നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ. കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കെട്ടുള്ളിയും കൊണ്ട് വരാം. പറ്റിയ സ്പോട്ടാണ്, നല്ല കിടലൻ സ്പോട്ട്. ഇതായിരിക്കണ പൂച്ച. ഇതൊരു സ്റ്റേഡിയം എന്തോ ആണ്, എന്തോ ഒരു സ്റ്റേഡിയം പോലെ ഉണ്ട് സാധനം. വെയിലിൻ്റെ അതിപ്രസരം ഭയങ്കരം, അതിഗംഭീരം, ഒന്നും പറയാനില്ല. ഞാൻ മെല്ലെ നടന്ന് വാസ്കോ ഡ ഗാമ മാളിൻ്റെ അടുത്തേക്ക് പോട്ടെ, എന്നിട്ട് സിമ്മ് മേടിച്ചിട്ട് വീട്ടിൽ പോട്ടെ. ഈ മാളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കൂടിയും തേരാപ്പാരെന്ന് കുറേ നേരം നടക്കുന്ന ലൈക്കടെ ഫ്രീസ് മാത്രം കിട്ടാനില്ല. അത് ഇനി ഒരുപാട് കറങ്ങാനൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെ അവിടെ ഒറ്റയ്ക്ക് കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ഞായറാഴ്ച ആരെങ്കിലും കൂട്ടിയിട്ട് വരാം, അരുണേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഓറിയൻറ്റിൽ എത്തിയിരിക്കുകയാണ്, മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ചില്ലി ഫ്ലേക്സ് വാങ്ങാണ്ട്, അത് വാങ്ങിയിട്ട് വീട്ടിൽ കയറി സംഭരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ എ സി ഒക്കെ ഉണ്ടായിരുന്നു, എ സി ഒന്നുമില്ല, അത് കയറുന്നുണ്ടോ. ഞാൻ വന്ന ട്രെയിന് മാറിപ്പോയി. ഇത് അസംബുജയ്ക്ക് പോണ വണ്ടിയല്ല, ഇത് ഏതൊരു സ്ഥലത്ത് വന്നിട്ട് അതിനെ ഇറക്കി വിട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അസംബുജയ്ക്ക് എങ്ങനെ പോകാമോ നോക്കി നോക്കാം. അവിടെ വർക്ക് ചെയ്യുന്ന ടി ആണെന്ന് തോന്നുന്നത്. ഇവിടെ ചോദിച്ചപ്പോൾ ലൈൻ നമ്പർ 1 പോകാനാണ് പറഞ്ഞത്. വിജനമായ റെയിൽവേ സ്റ്റേഷൻ. വിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോരാ, ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്.
അവിടെ ആ 2 പേര് രണ്ടുപേരുണ്ടായിരുന്നു. ഇന്ന് ഞാനും ഉണ്ടായിരുന്നു. വേറെ ആരും മനുഷ്യനില്ല. ഒരു മനുഷ്യനില്ല പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല. വിചിത്രം. ക്യാമറ ഉണ്ട്. ഇങ്ങോട്ട് നോക്കാം. ഈ ലൈനിൽ കയറി ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അസംബന്ധിയായി. പക്ഷേ നടക്കാൻ വയ്യാത്തതുകൊണ്ടും കയ്യിൽ കുടയില്ലാത്തതുകൊണ്ടും ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിനിൽ പോവുക. അയ്യോ അയ്യ, ഇതുകൊണ്ട് ഇറങ്ങുന്ന ട്രെയിനുണ്ടോ? ആ ട്രെയിനാണ് ഞാൻ വന്നത്. വിജനമായ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജന സുന്ദരമാം ഏതൊക്കെയോ പാട്ട്. ആ പോട്ടെ. അയ്യോ അയ്യ. പക്ഷെ അവിടെ നിന്ന് ഓറിയാൻഡിൽ നിന്ന് അസംഭവിച്ച എന്നുള്ള വണ്ടിയിൽ തന്നെ ഞാൻ കയറിയതെന്ന് വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ ആവില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ പോയി കിടക്കില്ലല്ലോ. എന്തായാലും കൊള്ളാം. 14:01 വണ്ടി വരും. 14:01 എന്ന് പറയുമ്പോൾ 13 എന്ന് പറഞ്ഞാൽ 1, 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. സമയം എത്രയായി? സമയം പറയും, കുഴപ്പമില്ല. അവിടെ ഉണ്ടല്ലോ, 2 മണിയായി. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. വണ്ടി ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗുയ്സ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. 2 മണി ആവറായി. അപ്പോൾ വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കണം. അതിന് പിന്നെ അവിടെ പോയിട്ട് മറ്റേ ഏതൊരു മഞ്ഞ ഓറഞ്ച് ഒരു കട അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ പോയിട്ട് ഒരു ഗലാവിയും പച്ചർച്ചയും കഴിക്കണം. അല്ലെങ്കിൽ വീട് വരെ എത്തില്ല. വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. വണ്ടി ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. 2 മണിയായി. 2:01 വണ്ടി വരുന്നതാണ് പറഞ്ഞത്. നോക്കാം. വരുന്ന വണ്ടി, ആ വണ്ടിയിലാണ് നമ്മൾ കയറി പോകാൻ പോണത്. വീട്ടിൽ പോണ വഴിയാണ് ഗൈസ്. പോകുന്ന കഴിയാകുന്നു. ചില്ലി ഫ്ലേക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ പച്ചമുളക് വാങ്ങിച്ചു. ചില്ലി ഫ്ലേക്സ് ഇത് മാത്രമേ ഉള്ളൂ, വലുതില്ല, ചെറുതില്ല, ചോട്ടാ. നോക്കട്ടെ. വീട്ടിലേക്ക് പോകണ വഴിക്ക് നല്ല പണ്ടാരങ്ങി വിശന്നപ്പോൾ ഒരു ഗലാവിയും ഒരു കേക്കും ഏതെന്തൊരു സാധനം എന്ന് പറഞ്ഞ്. അപ്പോൾ ടോട്ടൽ €2. മറ്റേ കേക്ക്, ആ ഒരു ഗലാവിൻ്റെ കൂടെ കഴിച്ച കേക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയിലെന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത സാധനം, കിട്ടുന്ന സാധനം. ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ലോഡ് ചെയ്തിട്ടിരിക്കുക. കൊട്ടക്കണക്കിന് ടൂട്ടി ഫ്രൂട്ടി കൊട്ടിയിട്ട് നല്ല കിടല സാധനം. അതിൻ്റെ ഒരു ആസ്വാദനത്തിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കിടല സാധനം എന്ന് പറഞ്ഞാൽ കിടല സാധനം. ആ ഗലാവി ആ കേക്കും പോയി വഴി അറിഞ്ഞില്ല. പക്ഷെ അവിടെ പണി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാൻ ബസ്സില്ല. അപ്പോൾ ബസ് വരുന്നവരെ നമുക്ക് അവിടെ പോയി ഇരിക്കാം. ബസ് വരുന്നതും കാത്തിരിക്കുക. അതിൻ്റെ പോസ്റ്റാണ്. വണ്ടി വന്നിട്ടില്ല. അപ്പോൾ പണിക്ക് പോയിട്ട് വേണം കാർ വാങ്ങാൻ. നോറ്റ് കാത്തിരുന്നൊരു ബസ് വന്നു ഗൈസ്. പക്ഷെ അത് നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോവില്ല. പോയിട്ട് എത്രയും പെട്ടെന്ന് വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരു ബൈക്കെങ്കിലും വാങ്ങണം, ബൈക്കിലെങ്കിലും സ്കൂട്ടിയെങ്കിലും വാങ്ങണം. വല്ലാത്തൊരവസ്ഥയാണ് ഗോയ്സ്, ഒന്നും പറയാനില്ല. അല്ലാണ്ട് ആ ഒരു ചേച്ചി ഒരു വെള്ളം കുടിക്കാനൊരു കുപ്പി മേടിച്ച് തന്നിട്ടുണ്ട്. ആ കുപ്പിയിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു പണ്ടാരം. രാവിലെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പെട്ടെന്ന് എത്തിയല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു പോയി. അതാണ് തേങ്ങ. ഇനി എപ്പോഴാണ് അടുത്ത ബസ് വന്നിട്ട് വീട്ടിൽ പോവുക. നേരത്തെ കഴിച്ച കേക്കും ഗലാവൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ വഴി കൂടെ പോകാൻ തുടങ്ങി. അവസ്ഥയാണ്. സീനില്ല. അടുത്ത ബസ് വരും, ചോദിക്കും, ഇല്ല പറഞ്ഞ് ഇറങ്ങി വരും. നോക്കാം. വിളിച്ചു പോയാലോ, ടാസ്ക് വിളിച്ചു പോയാലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും. പക്ഷേ വേണ്ട. പൈസ ഒരു 12-13 യൂറോ കൊടുക്കേണ്ടി വരും. €2 ബസ്സിനുള്ളൂ. €2 ബസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തും. പക്ഷെ ബസ് വരണില്ല ഗുയ്സ്. വേണ്ട, €12 കൊണ്ട് വേറെ ഒന്നൊക്കെ ചെയ്യാം. എത്ര വാഴപ്പഴം കഴിക്കുക, എത്ര കിലോ ചിക്കൻ വാങ്ങി പുഴുങ്ങി തിന്നാം. അപ്പോൾ ഇത് ഇന്നലെ ബിരിയാണി വെച്ചു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി. ഇവിടെ പോർച്ചുഗൽ വന്നിട്ട് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി. കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. വീടൊന്നും എടുക്കാൻ പറ്റിയില്ല, പണിയിലായിരുന്നു. ഇനിയിപ്പോൾ എത്ര നേരം ഇവിടെ വീണ്ടും ബസ്സിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല. കേട്ടില്ല, എത്ര നേരം ഇനി ബസ്സിന് വേണ്ടി വീണ്ടും കാത്തിരിക്കാൻ വേണ്ടി വരുമെന്നൊന്നും അറിയില്ല. എന്നാലും വെയിറ്റ് ചെയ്യുക. ടാക്സികൾ ഓരോന്നോരോന്നായി വരുന്നു പോകുന്നു.
ഓരോ തവണ ഈ ചേട്ടൻ ഇവിടെ വരുമ്പോഴും മെല്ലെ സൈഡാക്കും, എന്നെ നോക്കും, ഞാൻ ടാറ്റ പറയും. അമ്മുടിയുള്ള ചേട്ടനാണത്. ചേട്ടനല്ല, അമ്മാവനല്ല, അപ്പൂപ്പൻ. 60 വയസ്സിൻ്റെ അടുത്തോട്ട് പ്രായമുള്ളവർ നമുക്ക് അപ്പൂപ്പൻ വിളിക്കാമല്ലോ. കാരണം 30 വയസ്സാവാറായി എന്നെ അമ്മാവെന്ന് വിളിക്കുന്ന സ്ഥിതിക്ക് ആമിൻകുട്ടിയുടെ അമ്മാവൻ ആണല്ലോ ഞാൻ. അപ്പോൾ പിന്നെ 60 വയസ്സിനോട് അടുപ്പിച്ചുള്ളവർ നമുക്ക് അപ്പൂപ്പൻ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, എത്ര നേരം ഇനി ഇവിടെ ഇരുന്നിട്ട് പിച്ചും പെയ്യും പറയണമെന്നാണ് തേങ്ങ. ഈ വീഡിയോൻ്റെ ലെങ്ത്ത് വളരെ കൂടിപ്പോകുന്നുള്ള എൻ്റെ ഒരു അതിയായ സംശയം. കാരണം ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിന്. വെറുതെ ഇരിക്കുന്നു, ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, വണ്ടികൾ നോക്കുന്നു. ആഹാ, നല്ലൊരു ഡെഫിൻ്റെ വണ്ടി പോകണം. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വണ്ടിയിൽ കയറിയിട്ട് ലോങ് പോവുക. യൂറോപ്പിലിട്ടോ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം പോയിക്കണം. പിച്ചുമ്പയും പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പുറത്തെ ആൾക്കാർ വന്നു, അടുത്ത ട്രെയിനർ വന്നു. അടുത്ത ട്രെയിൻ വന്ന ടൈമിലുള്ള ആൾക്കാരാണ്. എന്താ പറയുക, സ്കാനിയ പോകണു. വോൾവോ മാനാണ്. നാട്ടിലൊന്നും മാൻ്റെ വണ്ടികളിപ്പോൾ കാണാനില്ല, വളരെ കുറവുള്ളൂ. കുട്ടികളെയുമായി നോക്കി സമയം കളയേണ്ട എൻ്റെ ഒരു അവസ്ഥ. നോക്കാനിവിടെ ആരുമില്ല, അതുകൊണ്ടാണ് വണ്ടികൾ നോക്കുന്നത്. എന്താ പറയുക, കുറേ നേരമായി, ഒരു 2 മണിക്കൂർ എവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറയുക, നേരത്തെ കഴിച്ച ഗലാവിയും പിന്നെ അതുപോലെ എന്താ ഒരു സാധനം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ കഴിച്ചൊക്കെ ഏതാ വഴി കൂടെ പോയി. ഇനി വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കണം. ചോറിന് എന്തെങ്കിലും കറി ഉണ്ടാവില്ലായിരിക്കും, അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം. ക്ഷീണിതനായി ഗുയിസ്. ഇനി എവിടെ പോകണമെങ്കിലും വെള്ളമെങ്കിലും എടുത്തിട്ടേ പോവുള്ളൂ, ഉറപ്പാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈക്കിളെങ്കിലും അത്യാവശ്യമായിട്ട് വാങ്ങിയേ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് നേരത്താണ് ഇവിടെ വന്ന് ഇറങ്ങാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബസ്സില്ലാത്തൊരു സിറ്റുവേഷനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന് പണ്ടാരടങ്ങും തേങ്ങ. സൈക്കിളാണെങ്കിൽ ചവിട്ടി പണ്ടാണെങ്കിൽ ചത്തിട്ടെങ്കിലും വീട്ടിലെത്താലോ. വഴി അറിഞ്ഞാൽ പോരെ, വഴി നമുക്ക് ചോദിച്ചു പോകും, വഴിയിലാണല്ലോ വഴിയുള്ളത്. അതുകൊണ്ട് പിന്നെ അത് വിഷയമില്ല. എന്തായാലും അത് തീരുമാനിച്ചു. സൈക്കിളെങ്കിൽ സൈക്കിൾ വാങ്ങിയത് തീരും. പിന്നെ മെല്ലെ നമുക്ക് സ്കൂട്ടിയിലേക്ക് ബൈക്കിലേക്കും കാറിലേക്കൊക്കെ പോവാം. എന്തായാലും സൈക്കിൾ വാങ്ങിയിട്ട് ഇവിടെ വെക്കാനാണ്. ഇവിടെ വല്ലതും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമായിരിക്കാം. ഇത് കമ്പിയിൽ വല്ലതും കെട്ടി വയ്ക്കും ഞാൻ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ വന്നിരിക്കും പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലോ, പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലോ. அம்மா என்றனைக்காத உயிரில்ல അമ്മാവേ വണങ്ങാത ഉറവില്ല ഏട്ടും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പാട്ട് ഇവിടെ ഒരു മറ്റേ എന്തെങ്കിലും വിരിച്ച് വെച്ച പൈസ കിട്ടും. ഇവിടെ ഇങ്ങനെ മനുഷ്യന്മാർ വേണ്ട, തേങ്ങ നല്ല എന്തെങ്കിലും. അയ്യോ, എவ்வளோ നേരം എന്താ ഇപ്പടി ഉക്കാറുന്നതെന്ന് തെരിയില്ല. ഏതടുത്ത വണ്ടി പോണേ, ഏതാണിത്, സ്കാനിയാണല്ലോ. തെറില്ല. 5 മണിയാവാറായി, ഇതുവരെ വണ്ടി വന്നില്ല. നോക്കാം. നേരെ ആ തുണികളൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അലക്കിയിട്ട് ഉണക്കാനിട്ടതായിരുന്നു. ഇപ്പം അമ്മച്ചി വന്നിട്ട് അതെല്ലാം ഉണങ്ങി തുണിയെല്ലാം എടുത്തുകൊണ്ട് പോണ്. എന്നിട്ട് ഞാനിവിടെ തന്നെ ഇരിക്കണം, സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ ബസ്. സമയം അങ്ങനെ 6 മണിയോടടുത്തിരിക്കുന്നു. എന്നിട്ട് ഈ പണ്ടാരം വിളിച്ച സൂര്യന് പോകാനായില്ല. തേങ്ങ ബസ്സും വന്നിട്ടില്ല, സൂര്യനാണെങ്കിൽ തേങ്ങ. ഞാൻ വന്നിരുന്ന സമയത്ത് ആ ഭാഗത്തായിരുന്നു നിഴലുണ്ടായിരുന്നത്. ഓടോടെ വന്നിട്ട് കാലിൽ മുട്ടി പൊള്ളിട്ട് പോയി പണ്ടാരം. അവസ്ഥയാണ് മോനെ. സീറ്റ് കൊടുത്തു. അപ്പോൾ അമ്മയോടെ ഇരിക്കുന്നുണ്ട് അവിടെ സൈഡിലായി. പക്ഷെ തണലുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബസ് ഇതുവരെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇരുന്ന് ഒരേ വേനയ്ക്കാൻ തുടങ്ങി. ബസ് വന്നിട്ടില്ല. വരുന്ന ബസ്സുകൾ മുഴുവനും എന്തോ സർവീസ്, സ്പെഷ്യൽ സർവീസോ അങ്ങനെ എന്തോ തേങ്ങയാണ് പണ്ടാരം. ട്രെയിൻ ബസ്സുകൾ ഇല്ലാന്ന് തോന്നുന്നു തേങ്ങ. നോക്കാം, വരുന്നവരെ വീണ്ടും കാത്തിരിക്കുന്നു. കലാവയും വീട്ടുമൊക്കെ ഏതോ വഴി കൂടെ പോകും. വിശക്കുന്നുണ്ട്, വെള്ളം വയ്ക്കുന്നുണ്ട്, തലക്ക് ഒരുമാതിരിയാവുന്നു. പണ്ടാരം ഇതുവരെ ബസ് വന്നില്ല. പണ്ടാരം കുറേ നേരമായി. കുറേ നേരം പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു.
ബസ് ഉണ്ടാവാം. ഒരു ബസ് വന്നു, പക്ഷെ അത് നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ്സല്ല. വീണ്ടും ഇവിടെ പോസ്റ്റ്. എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഇപ്പം ഞാനൊരു അമ്മാമയും മാത്രമുണ്ട്. ഞാൻ നേരത്തെ സീറ്റ് കൊടുത്ത അമ്മാമ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോട്ടെ. കുറേ നേരം മണിക്കൂറുകൾക്ക് ശേഷം ബസ് വന്നിട്ട് ഞാൻ നമുക്ക് വീട്ടിൽ പോവാണ്. ഈ സൂര്യനൊരു നാണല്ലാത്ത സൂര്യനാണ്. 7:30 ആവാറായി. ഇപ്പോഴും വെളിച്ചം കണ്ടില്ലേ? പുറത്ത് കാണിച്ചു തരാം. സൂര്യന് നാണം എന്ന് പറഞ്ഞ സാധനമില്ല. നാണവും മാനമില്ലാത്ത സൂര്യനാണ്. സൂര്യനെ മിണ്ടാണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് ചന്ദ്രേട്ടനെ പറഞ്ഞു വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ചൂടെങ്കിലും ഉണ്ടാവാതിരിക്കുമായിരുന്നു. അവിടെ ഒരു കാറിൻ്റെ ഒരു പരിപാടി കിടക്കണ്ടായിരുന്നു. കാറിന് ട്രെയിലർ കിടക്കണ്ടായിരുന്നു. പണ്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഭയങ്കര ചൂടും വെയിലും ആകെ അവസ്ഥേഷായിരുന്നു. അവസ്ഥേഷ്. എന്നിട്ട് ഇപ്പം ബസ് കയറിയപ്പം ബസ്സിലാണെങ്കിൽ AC ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കൊള്ളാം. അത് നന്നായി. എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോവാം. ഇറ്റ്സ് എ വെരി ലോങ് ഡേ. വീട്ടിൽ പോവാം. നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് ഏത് വഴിയാണ് ഒന്നും എനിക്കറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിറാസ് ഡിസിമയിൽ ഇറങ്ങാനുണ്ടായിരുന്ന ആ അമ്മായിയമ്മ ഇറങ്ങിയ സ്ഥലത്ത് ഞാനും ഇറങ്ങി. പണ്ട് ആദർശേട്ടൻ്റെ കൂടെ ജിമ്മിൽ പോയ ആ സ്ഥലത്തായിരുന്നു ഇറങ്ങിയത്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ എവിടേക്കാണ് വന്നത് എന്ന് ഓർമ്മയില്ലാതായി. കുഴപ്പമില്ല, ഇത് നമ്മുടെ വഴി തന്നെയാണെന്ന് തോന്നുന്നു. മനുഷ്യർ എത്തിക്കഴിഞ്ഞ് എനിക്കറിയാം. അതന്നെ. യെസ് 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 സി 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 ഇതന്നെ വഴി തന്നെ. ഈ സൂര്യന് നാണവും മാനവും ഇല്ലാത്ത സൂര്യൻ ഭയങ്കര വർക്കഹോളിക് ആയിരിക്കുന്നു. വളരെയധികം വർക്കഹോളിക്കായ സൂര്യനാണ്. വൃത്തികെട്ട സൂര്യൻ. ഇതൊന്നും ശരിയില്ല. മോശമാണ്, മോശം. കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഞാനിങ്ങനെ നടന്ന് ഇവിടത്തറയി. സമയം ഒരുപാടായിരിക്കുന്നു. ഞാനിപ്പോൾ സമയം ലേറ്റായി, രാത്രിയായി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്തെങ്കിലും ഈ പറയുന്നത് പട്ടപ്പകലിൽ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. സമയം ഇവിടെ 7:30 കഴിഞ്ഞു. 8 മണി ആവാറായി. സൂര്യൻ ഭയങ്കര വർക്കഹോളിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇരുട്ടായിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സംഭവ വികാസം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇനി നമുക്ക് 1000 10,000 ഒക്കെ ആക്കണം. അതിനെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. ടാറ്റാ.